നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ചുമയുണ്ടോ? കുറുങ്ങൽ അനുഭവപ്പെടുന്നുണ്ടോ? അതല്ലെങ്കിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ പടി കയറുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആസ്മ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആസ്മ വളരെയധികം അവഗണിക്കപ്പെടുന്ന ഒരു അസുഖമാണ്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 2.5 കോടി ജനങ്ങളെ ബാധിക്കുന്നൊരു അസുഖമാണ് ആസ്മ. മരണനിരക്കും അത്ര കുറവൊന്നുമല്ല. ഏകദേശം ഒരു 4.5 ലക്ഷത്തോളം പേർ പ്രതിവർഷം മരണപ്പെടുന്നുണ്ട് ആസ്മ കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ്മ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റിയൊരു അസുഖമല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എങ്ങനെ നമുക്കിനിയിപ്പം ഈ പറഞ്ഞ ആസ്മ മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാം, ആസ്മ നമുക്ക് എങ്ങനെ നമ്മുടെ വരുതിയിൽ വരുത്താം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആസ്മയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ആസ്മ ലക്ഷണങ്ങൾ പരിശോധിച്ചാലേ നമുക്കത് ആസ്മയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ, നമുക്കതിനെക്കുറിച്ച് വേണ്ട സ്റ്റെപ്സ് അല്ലെങ്കിൽ നടപടികൾ എടുക്കാൻ പറ്റൂ. ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വിട്ടുമാറാത്ത ചുമ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, അതുപോലെ വീസിങ്, വലിവ് പോലെ തോന്നുക, കുറുങ്ങൽ പോലെ തോന്നുക, കിതപ്പ്, നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, ഇതാണ് മെയിനായിട്ട് പല രോഗികൾക്കും തോന്നാറ്. ഇതിൻ്റെ കൂടെ അവർക്ക് അലർജി സിംറ്റംസ് ആയിട്ടുള്ള വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കടപ്പ്, സൈനസൈറ്റിസ് വരിക എടുക്കുക, അതുപോലെ തൊലിപ്പുറത്ത് വരുന്ന അർട്ടിക്കേറിയ, അതുപോലെ റാഷസ് പോലെയുള്ള സ്കിൻ അലർജീസും വളരെയധികം കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ആസ്മയുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം എങ്ങനെയാണ്? അത് പ്രധാനമായും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അതുകൂടാതെ ചിലപ്പോൾ ചില പരിശോധനകൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഉദാഹരണത്തിന് സ്പൈറോമെട്രി അല്ലെങ്കിൽ PFT, പിന്നെ ചില ഘട്ടങ്ങളിൽ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് മുതലായവ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം. പക്ഷേ പ്രധാനമായും ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആസ്മയുടെ ഒരു രോഗനിർണയം സാധ്യമാക്കുന്നത്. ഇനി ആസ്മയുടെ ചികിത്സ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഹേലറാണ്. ഇൻഹേലറുകളിൽ വളരെ ചെറിയ ഡോസിൽ, മൈക്രോഗ്രാം ആയിട്ടുള്ള ചെറിയ ഡോസിൽ, ഗുളികകളൊക്കെ മില്ലിഗ്രാമിലാണ്, മൈക്രോഗ്രാം രൂപത്തിലാക്കിയിട്ട് പൗഡർ രൂപത്തിലും സ്പ്രേ ആയിട്ടുള്ള രൂപത്തിലും അത് നമ്മളുടെ ലങ്സിലേക്ക് എവിടെയാണോ പ്രോബ്ലം അവിടേക്ക് എത്തിക്കുക എന്നുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സയാണ് ഇത് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഹേലറുകൾ വളരെ കുറവാണ്, സൈഡ് എഫക്റ്റ് കുറവാണ്, ഏറ്റവും എഫക്റ്റീവ് ഇൻഹേലറുകളാണ്. പക്ഷേ സമൂഹത്തിൽ ഒരു മിഥ്യാധാരണയുണ്ട്, ഇൻഹേലറുകൾ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് യൂസ് ചെയ്യേണ്ടി വരുന്നു, ഇൻഹേലറുകൾ അഡിക്ഷൻ പോലെ ഉണ്ടാക്കുന്നുള്ള ഒരു റോങ് മെസ്സേജ് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല. ഇൻഹേലറുകൾ ഓരോരുത്തരുടെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പലർക്കും 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഡോസ് കുറയ്ക്കാൻ പറ്റാറുണ്ട്. വളരെ സിവിയറായി ഡെയിലി സിംറ്റം ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊലോങ്ഡ് ആയിട്ട് ഇൻഹേലറിൻ്റെ ആവശ്യം വരാറുള്ളൂ. പലപ്പോഴും ഇൻഹേലറുകൾ സേഫാണ്. ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ സൈഡ് എഫക്റ്റ്, ഒരു വായിലൊരു പുണ്ണ് പോലെ ഒക്കെ വരുന്ന ചെറിയ സൈഡ് എഫക്റ്റുകളെ നമ്മൾ പൊതുവെ കാണാറുള്ളൂ. അപ്പോൾ ആസ്മ നിയന്ത്രണത്തിന് ഇൻഹേലർ അല്ലെങ്കിൽ ചികിത്സ പ്രധാനം. അതിനോടൊപ്പം തന്നെ ഈ ആസ്മ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ആസ്മയുടെ പ്രേരക ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെയുള്ള ആസ്മ ട്രിഗേഴ്സിൽ പൊതുവെ ഉള്ള അറിയപ്പെടുന്നത് ഈ പൊടിപടലങ്ങൾ, പിന്നെ അന്തരീക്ഷ മലിനീകരണം, പുക, നമ്മൾ ഈ ബീഡി അല്ലെങ്കിൽ സിഗരറ്റിൽ നിന്നുള്ള പുക, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലധികം ഇല്ല എന്നാലും ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ വിറകടുപ്പ്, അതിൽ നിന്നുള്ള പുക, പിന്നെ ചില എക്സർസൈസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വ്യായാമം ചിലപ്പോൾ ആസ്മ ട്രിഗർ ചെയ്യാം. പിന്നെ ചില മരുന്നുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ വേദനാ സംഹാരികൾ, BP അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, ഇങ്ങനെയുള്ളതും ചിലപ്പോൾ ആസ്മ ഇതാക്കാം. ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലുവൻസ, കോവിഡ് ഒക്കെ വരുമ്പോൾ കൂടുന്ന അതും ഇതിന് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് ആസ്മയുടെ നിയന്ത്രണം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതും കൂടി ഒന്ന്. മെയിനായിട്ട് നമുക്ക് ഓരോരുത്തരുടെ സിംറ്റം അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ ഇൻഹേലറുകൾ എടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ അലർജി ഉണ്ടെങ്കിൽ അലർജി ലക്ഷണങ്ങൾക്ക് വേണ്ട നെയ്സൽ സ്പ്രേ, അതുപോലെ ടാബ്ലറ്റ്സ് വേണമെങ്കിൽ കുറച്ച് നാളൊക്കെ അത് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ വരാതെ പ്രിവെൻറ്റ് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള അലർജി എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. പെറ്റ്സ്, ആനിമൽസ്, അതുപോലെ ഡസ്റ്റ്, പോളൻ, ഫംഗസിനൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. മാസ്ക് ഉപയോഗിക്കുക. പല തണുപ്പുള്ള കൺട്രിയിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഇൻഹേലറുകളൊക്കെ കരുതുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ പറഞ്ഞ നടപടികളെല്ലാം സ്വീകരിച്ച് ആസ്മ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആസ്മ നിയന്ത്രണം സാധ്യമാകും. അതിൻ്റെ ഏറ്റവും പ്രധാനം ഇപ്പോൾ അക്യൂട്ട് ആസ്മ അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ആസ്മ വളരെയധികം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം, ICU അഡ്മിഷൻ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ പോകേണ്ട ഒരു സാഹചര്യം, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നല്ലൊരു പരിധിവരെ ഈ നല്ലൊരു ആസ്മ നിയന്ത്രണത്തിലൂടെ സാധ്യമാക്കാം. അപ്പോൾ ആ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ആസ്മ ദിനത്തോടനുബന്ധിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്.